ഓരോരുത്തരും ഇവിടെ ഇരിക്കുകയാണ്. അവരുടെയൊക്കെ ഒരു കഠിനാധ്വാനമാണ്. തീർച്ചയായും ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരും, ഞങ്ങളുടെ ഈ സ്റ്റേജിൽ ഇരിക്കുന്നവർ ഓരോരുത്തരും തല കുനിച്ച് അവരെ വണങ്ങുന്നു. എല്ലാ സ്നേഹത്തോടുകൂടി നിങ്ങൾ ചെയ്ത ആ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ നമുക്കറിയാം, കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് കേരള സംസ്ഥാനത്ത് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് BJP ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, അത് വലതുപക്ഷമാകട്ടെ, അത് ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ. അത് കേരള കോൺഗ്രസ് എം ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. ആ സ്വീകാര്യത ലഭിച്ചത് വെറുതെ ഒന്നുമല്ല, വെറുതെ ഇരുന്നിട്ടുമല്ല. പക്ഷേ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഇന്ന് ജനങ്ങളുടെ വിഷയങ്ങൾ, സാമൂഹിക വിഷയങ്ങൾ ഇടപെട്ടുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് മാത്രമാണ്, അല്ലേ? ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടല്ലേ? അതെങ്ങനെയാണ് നിന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ KM മാണി സാറ് നിന്നത്, അതേ രീതിയിൽ തന്നെ ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് മരങ്ങാട്ടുപള്ളിയിൽ ഇത്രയും ആളുകൾ, ആയിരങ്ങൾ വരുന്ന ഇന്ന് പ്രവർത്തകർ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉയർന്നു വരുന്ന വികാരം അത് മാണി സാറിന്റേതാണ്, യാതൊരു സംശയവുമില്ല. ഈ ജന്മനാട്ടിൽ ആ മാണി സാറിനെ മറന്നുകൊണ്ട് ഒരു കേരള കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഒരു മുന്നണിക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏത് കാര്യത്തിലാണ് നമ്മൾ ഇടപെടാത്തത്? കഴിഞ്ഞ മാണി സാറിന്റെ വേർപാടിന് ശേഷം 6 വർഷക്കാലം നിങ്ങളെടുത്ത് പരിശോധിച്ചു, ഏത് വിഷയത്തിലാണ് നമ്മൾ ഇടപെടാത്തത്? ഏതെങ്കിലും ഒരു നേതാവ് നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ? ഒരാള് പോലും കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കേരള കോൺഗ്രസ് ഇന്ന് വിട്ടുപോയിട്ടില്ല. പക്ഷേ ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ ജില്ലകളിലും 100 കണക്കിന് ആളുകൾ, നേതാക്കന്മാർ മറ്റു പാർട്ടിയിൽ നിന്ന് കേരള കോൺഗ്രസ് എമ്മിലേക്ക് കടന്നു വരുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? ആ സ്വീകാര്യതയുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ വിഷയങ്ങൾ, ആ സാമൂഹിക വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ഒന്ന് നമുക്കറിയാം, നമ്മുടെ പ്രദേശങ്ങളൊക്കെ ഈ മീനച്ചി താലൂക്കും അതുപോലെ തന്നെ മറ്റു താലൂക്കുകളൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും സാഹസ്യരായിട്ടുള്ളവരാണ്. ഇന്ന് കുടിയേറ്റ മേഖല എടുത്ത് നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബത്തിൽ നിന്നും എനിക്കറിയാം ആരെങ്കിലും മലബാർ മേഖലയിലെ കുടിയേറ്റ മേഖല ഇടുക്കിയിലൊക്കെ ഉണ്ടാകും. സങ്കീർണമായ വിഷയങ്ങളുണ്ട്. ആദ്യമേ വന്നു ബഫർ സോണിന്റെ വിഷയം. അവിടെ നമ്മൾ വാദിച്ചു, ആ ബഫർ സോൺ എന്ന് പറയുന്നത് വനത്തിന്റെ അതിർത്തിയിൽ നിന്ന് 1 കിലോമീറ്റർ നമ്മുടെ നാട്ടിലേക്ക്, റവന്യൂ ഭൂമിയിലേക്ക്, കാർഷിക മേഖലയിലേക്ക് ഒരു ബൗണ്ടറി സൃഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് മാറണം എന്ന് പറയുമ്പോൾ സാധ്യമാണ്? കേന്ദ്രത്തിലെ സുപ്രീം കോടതി നിയോഗിച്ച എംപവർ കമ്മിറ്റിയിൽ ഞാനും ബഹുമാനായ അന്നത്തെ ലോക്സഭാ മെമ്പറായ തോമസ് ചാഴികാടനും 1.5 മണിക്കൂർ എംപവർ കമ്മിറ്റിയെ പോയി കണ്ട് വിശദീകരിച്ചു കൊടുത്തു. മുഖ്യമന്ത്രിയെ കണ്ടു, തീരുമാനങ്ങൾ എടുത്തു. നമ്മൾ പറഞ്ഞത് ഇത്രയും വനമുള്ളപ്പോൾ, എത്രയാ വനം? നമുക്കറിയാം, ഏതാണ്ട് 26% കേരള സംസ്ഥാനത്ത് വനം മേഖലയാണ്. അതിന്റെ കണക്കുകളിലേക്ക് അധികം പോകുന്നില്ല. ഇന്ന് കേന്ദ്രം എടുക്കുന്നത് വൃക്ഷാവരണമാണ്. എത്രയുണ്ട് വൃക്ഷം? ഫോറസ്റ്റ് കവർ എന്ന് പറയും. അതാണ് ഈ രാജ്യത്തും ലോകങ്ങളും എടുക്കുന്നത്, ഫോറസ്റ്റ് കവർ, വൃക്ഷാവരണം. അതെടുത്ത് നോക്കുമ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ അത് 20, 21, 22 തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലുമാണെങ്കിൽ കേരള സംസ്ഥാനത്ത് എത്രയാണെന്നറിയാമോ? 54%. ഇത് ഞാൻ പറഞ്ഞതല്ല, രാജ്യസഭയിൽ ഒരു ചോദ്യം ചോദിച്ചതിന് ഉത്തരം കിട്ടിയില്ല. അപ്പോൾ അതിന്റെ അർത്ഥം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന കർഷകരാണ്. 1 ഇഞ്ച് ഭൂമി പോലും ഇനി വനം കൂട്ടണ്ട എന്ന വാദം അവിടെ അവർ സ്വീകരിച്ചു. അത് തൽക്കാലം അല്ലെങ്കിൽ അത് മാറ്റിവെക്കുകയുണ്ടായി. ഇന്ന്
പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങൾ വന്യമൃഗവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, വന്യമൃഗ അക്രമത്തിന്റെ വിഷയം ജനവാസ കേന്ദ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ നമ്മൾ ഉപദ്രവിച്ചാൽ, അതിനെ കൊലപ്പെടുത്തിയാൽ നമ്മൾ കുറ്റക്കാരനാകുകയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമുക്കറിയാം, ഒരു കള്ളൻ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയ കള്ളനെ നമുക്ക് കൊല്ലാം, ഒരു മനുഷ്യനെ കൊല്ലാം. പക്ഷെ ഒരു മൃഗത്തിനെ കൊല്ലാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്താണ് കേന്ദ്രത്തിന്റെ അവിടെയുള്ള വന്യമൃഗ സംരക്ഷണ നിയമം 1972 കോൺഗ്രസ് പാർട്ടി അധികാരത്തിൽ നിന്നപ്പോൾ ചെയ്തതാണ്. അന്നൊരു തെറ്റായ നിർവചനം കൊടുത്തു. വന്യമൃഗത്തിനെ എവിടെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞില്ല. സംരക്ഷിക്കേണ്ടത് വനത്തിനകത്തായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ആ നിയമം അവർ മാറ്റാൻ തയ്യാറാകാതെ വന്നപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോയി MLA-മാരും സെബാസ്റ്റ്യൻ കുളത്തിലും മറ്റ് MLA-മാരുമായി ഡൽഹിയിൽ പോയി മന്ത്രിയുമായി 1.5 മണിക്കൂർ സംസാരിച്ചു. അതിന്റെ വാദങ്ങളൊക്കെ ഞാൻ കൃത്യമായി ആ നിയമവശം പറഞ്ഞു കൊടുത്തു. അവർക്ക് മനസ്സിലായി. പക്ഷെ തീരുമാനമെടുക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ടു. വന്യമൃഗ അതിന്റെ സംരക്ഷണ ബില്ല് ഭേദഗതി ഇപ്പോൾ കൊണ്ടുവന്നു. വെടിവെച്ച് കൊല്ലാം. ഞാൻ ഓർക്കുന്നു, അത് 2.5 വർഷക്കാലം മുമ്പ് കണമലയില് ഇദ്ദേഹത്തിന്റെ നാട്ടിലാണ്, അത് സെബാസ്റ്റ്യൻ കുളത്തിന്റെ അവിടുത്തെ ഈ പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ കണമലയില് 2 കർഷകനെ കാട്ടുപോത്ത് കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം 2 ദിവസം ഈ കാട്ടുപോത്ത് ഇങ്ങനെ ഓടി നടക്കുക. അപ്പോൾ എന്ത് പറ്റി? അതിനെ വെടിവെക്കണം, സമ്മതിക്കുന്നില്ല. അപ്പൊ കളക്ടറും ഇവിടെയുള്ള മന്ത്രി ശ്രീ വാസവനും കൂടി അദ്ദേഹം പത്രസമ്മേളനം നടത്തി. ഇതാ കളക്ടർ എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞു. പക്ഷെ വെടിവെച്ച് കൊന്നില്ല. കാരണം അതിന്റെ നിയമം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ദിവസം തന്നെ MM തോമസ് സാർ ഓർക്കുന്നുണ്ടാകും, ഇവിടെ നമ്മുടെ സഹകരണ ബാങ്കിന്റെ ഒരു യോഗവുമായി പബ്ലിക് മീറ്റിംഗ് വന്നപ്പോൾ 2.5 വർഷക്കാലം മുമ്പ് ഞാൻ ഓർക്കുന്നു, ഏതെങ്കിലും ഒരു വന്യമൃഗം അക്രമകാരികളായ ജനവാസ കേന്ദ്രത്തിലേക്ക് വന്നാൽ അതിനെ വെടിവെച്ച് കൊല്ലണം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് കേരള കോൺഗ്രസ് ആണ്. ഇവിടെ വെച്ചാണ് പറഞ്ഞത്, മരങ്ങാട്ടുപള്ളിയിൽ വെച്ചാണ് പറഞ്ഞത്. പല ആൾക്കാരും പരിസ്ഥിതി സ്നേഹികളൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങളുടെ നിലപാട് അതാണ്. ആ നിലപാടോട് യോജിച്ചാണ് ഇന്ന് ഈ തീരുമാനം വന്നിരിക്കുന്നത്. നമ്മൾക്കറിയാം, കടലോര പ്രദേശങ്ങളിലുള്ള ഒരുപക്ഷെ കേരള കോൺഗ്രസ് പാർട്ടിക്ക് വലിയ സ്വാധീനമില്ലായിരിക്കാം. അവിടെ കടൽ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട് 1.5 വർഷക്കാലം മുമ്പ് ബ്ലൂ എക്കോണമി എന്നൊരു നിയമം പാസ്സാക്കിയപ്പോൾ അവിടെ പാർലമെന്റിനകത്ത് ഞാൻ പറഞ്ഞു, കടലിന്റെ മക്കൾ കടലവകാശം കൊടുക്കണം. എന്തുകൊണ്ടാണ്? ഒരു കടൽക്ഷോഭം വരുമ്പോൾ, ഒരു ടൂറിസ്റ്റ് സ്പോട്ട് വരുമ്പോൾ, ഒരു തുറമുഖം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും മാറ്റിപ്പാർപ്പിക്കേണ്ടതും മത്സ്യത്തൊഴിലാളികൾ അവിടെ ജീവിതമാർഗം തീരുകയാണ്. ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തീരദേശമുള്ളത് അത് കേരളത്തിലെ 550 കിലോമീറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ആദിവാസികൾക്ക് കാട്ടിനകത്ത് താമസിക്കുവാനായിട്ടുള്ളൊരു അധികാരം കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. അതേ മാതൃകയിൽ ഇന്ന് കടലിന്റെ മക്കൾ കടലവകാശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ രാജ്യസഭയിൽ ഇത് വാദിച്ചു കഴിഞ്ഞപ്പോൾ BJP-യുടെ മുഴുവൻ നേതാക്കന്മാരും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇരിക്കുന്നവർ പറഞ്ഞു, കേരള കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വെച്ച ആ സബ്മിഷൻ, ജോസ് കെ മാണി മുന്നോട്ട് വെച്ച ആ സബ്മിഷനോടുകൂടി ഞങ്ങളും യോജിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത നിലപാട് ശരിയായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടത് എന്താണ്? ഇപ്പോൾ അവിടെ ടെൻഡർ കൊടുത്തിരിക്കുക കൊല്ലം ജില്ലയിൽ 242 സ്ക്വയർ കിലോമീറ്റർ ഖനനം നടത്താൻ. രാവിലെ 7:30 മണിക്ക് MLA-മാർ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തികുളങ്കരങ്ങളിൽ ഞങ്ങൾ യോഗം നടത്തി. 2 ദേവാലയത്തിലുള്ള മുഴുവൻ വൈദികർ ഉൾപ്പെടെ ആ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ഇടവകാംഗങ്ങൾ വന്നു ആ യോഗത്തിൽ പങ്കെടുക്കാൻ. ശക്തമായി പ്രതിഷേധിച്ചു. കേന്ദ്രത്തിനെതിരെ മാത്രമല്ല, അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയെ വിളിച്ചു പറഞ്ഞു, അസംബ്ലി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു പ്രമേയം പാസ്സാക്കണം, ഇതിനെതിരെ പ്രമേയം പാസ്സാക്കി. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങളിത് ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല, ഇതിന്റെ വരുമാനത്തിൽ 1% പോലും റോയൽറ്റി ആയിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുക്കുന്നില്ല. ഇന്ന് അവര് ഈ ടെൻഡർ നടപടിയിലേക്ക് മുന്നോട്ട് പോയി കോൺട്രാക്ട് കൊടുത്ത് നടത്താൻ പോകുന്നു. ശരിയല്ല. എങ്കിലും നമ്മൾ പറഞ്ഞു, ഒരു വാദം അവർ കേട്ടു, കേന്ദ്രം കേട്ടു. ഇന്ന് മത്സ്യത്തൊഴിലാളി ഇതിന് കിട്ടുന്ന വരുമാനത്തിന് മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കാൻ തീരുമാനമെടുത്തു. നമുക്കറിയാം, നിരന്തരമായ
പോരാട്ടങ്ങൾ ഈ സാമൂഹ്യ വിഷയങ്ങളിലെല്ലാം ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അധ്യാപകർക്ക് ഇപ്പോൾ ഈ അടുത്ത നാളിൽ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, സുപ്രീം കോടതിയിൽ ഒരു വേഡിക്ട് വന്ന് പല അധ്യാപകരും ഇവിടെ കാണും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വന്നു. ആ വാർത്തകളിനകത്ത് സുപ്രീം കോടതി 4% ഭിന്നശേഷിക്കാർക്ക് കൊടുത്തിട്ടേ നിയമനം നടത്താവൂ എന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിന് കൊടുക്കാൻ കഴിയാതെ വന്നു. നിയമത്തിന്റെ ചില ഭേദഗതികൾ നടത്തേണ്ടി വന്നു. അതിനകത്തും നമ്മൾ ഇടപെട്ടു. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കൂടുതലും ഇവിടെയുള്ള സ്കൂളുകളുമൊക്കെ പ്രധാനമായും അതുപോലെ NSSഉം SNDPയും അതുപോലെ തന്നെ നമ്മുടെ രൂപതയും ഒക്കെയായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചങ്ങനാശ്ശേരിയിൽ വന്നു. അവിടെ നമ്മളെ വിളിച്ചു വരുത്തി അവിടെയുള്ള സമുദായ നേതാക്കന്മാരെ, പ്രത്യേകിച്ച് പിതാവുമായി ബന്ധപ്പെട്ട് തിരുമേനിയുമായി ബന്ധപ്പെട്ട് അവിടെ സന്ദർശിച്ച് ഇതിന് പരിഹാരം തിങ്കളാഴ്ച മുഖ്യമന്ത്രി ഉൾപ്പെടെ അവിടെ ചർച്ചയിലേക്ക് വെക്കുകയാണ്. അവിടെയും ഇടപെട്ടത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അപ്പോൾ ഏത് കാര്യത്തിലാണ് നമ്മൾ ഇടപെടാത്തത്? ഇന്ന് നമുക്കറിയാം, റബ്ബറിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടത് ആ വിഷയത്തിൽ 150-ൽ നിന്ന് 180 ആക്കി. പോരാ, നമ്മുടെ വാദം 250 ആക്കണമെന്ന് തന്നെയാണ്. പക്ഷേ ഇന്ന് കേന്ദ്രം സൂചിപ്പിച്ച പോലെ സാമ്പത്തികമായി ഞെരുക്കുവാനായിട്ടുള്ള ശ്രമം നടത്തുക. കേന്ദ്രത്തിന് 1 മിനിറ്റ് മതി ഇത് 250 ആക്കാൻ. എന്താ ചെയ്യേണ്ടത്? ഈ റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം ഒരു 5% കൂടെ കൂട്ടുക. കൂട്ടത്തില്ല. കാരണം ഒരു രാഷ്ട്രീയ നേട്ടം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ കൂട്ടുകയുള്ളൂ. ഇവിടെ എയിംസിന്റെ കാര്യം ജിജോ ഇവിടെ സൂചിപ്പിച്ചു, ശരിയാണ്. ഞാൻ ഓർക്കുന്നു 10 വർഷക്കാലം മുമ്പ് കൊണ്ട് കൊടുത്തത്. അപ്പോൾ അവര് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞതിന് ശേഷം രാഷ്ട്രീയം അതിലായിട്ട് കലക്കി. എന്താണ് കേരളത്തിന് ഇപ്പൊ കൊടുക്കണ്ട, കൊടുത്തിട്ട് BJPക്ക് നേട്ടമൊന്നുമില്ല, അതുകൊണ്ട് വേണ്ട എന്ന് വെച്ചു എന്ന് പറഞ്ഞതുപോലെ റബ്ബറിന്റെ കാര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും 150 ആയെങ്കിലും ഇത് 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിന്റെ വില 250 ആക്കുവാനുള്ള പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട നയങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അവിടെയും നമ്മൾ പറയുന്നു സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അത് 250-ലേക്ക് ഉയർത്തണം എന്ന്. 200 ആക്കുമെന്ന് പറഞ്ഞത് പോരാ, 250-ലേക്ക് ആക്കേണ്ടതുണ്ട്. അവിടെയും നമ്മുടെ ഇടപെടലുകളാണ്. ഇന്ന് പട്ടയവുമായി ബന്ധപ്പെട്ട് അത് ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്. പണ്ട് 10, 40, 50 വർഷക്കാലം LA പട്ടയത്തിൽ ആ പട്ടയം ലഭിച്ച് നമ്മൾ വീട് നിർമ്മിച്ചു. ആ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നു. അവിടെ ചിലപ്പോൾ നമുക്ക് സാമൂഹ്യമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആശുപത്രിയായിരിക്കാം, അതുപോലെ തന്നെ സ്കൂളായിരിക്കാം, അവിടെ ഒരു കടയായിരിക്കാം, അവിടെ ഒരു തൊഴുത്തായിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള നിർമ്മാണങ്ങളെല്ലാം നിയമവിരുദ്ധമായി എങ്ങനെയായി? ഹൈക്കോടതി പറഞ്ഞു അവിടെ കൃഷിയും വീടും മാത്രം വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇത് പതിറ്റാണ്ടുകളായി ഉള്ള ഒരു വിഷയം. നമ്മളവിടെ ഇടപെട്ടു. ആ വിഷയത്തിൽ നമ്മളൊരു നിയമ ഭേദഗതി വേണമെന്ന് സർക്കാർ പറഞ്ഞു. നിരന്തരമായ ചർച്ചകളും ചട്ടങ്ങളും റൂൾസും രൂപപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമ ഭേദഗതി നിയമസഭയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന MLA-മാർ ഉൾപ്പെടെയുള്ളവർ, മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള നമ്മളെല്ലാം അത് പൈലറ്റ് ചെയ്യുവാൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അവിടെയും കർഷകർക്ക് വേണ്ടി ഇടപെട്ടത് നമ്മളാണ്. ഇന്നലെ വന്നു ഒരു വാർത്ത, എന്താണ് മുനമ്പം അല്ലെ? ആ മുനമ്പത്തില് അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അവിടെയുള്ള 600ഓളം വരുന്ന കുടുംബങ്ങള് പതിറ്റാണ്ടുകളായി ലാൻഡ് ടാക്സ് പെയ്ഡ്, അവിടുത്തെ ടാക്സ് കൊടുത്തുകൊണ്ട് അവിടെ ജീവിക്കുന്നവർ അവരുടേതല്ല, അത് വഖഫിന്റെ ആണെന്ന് പറഞ്ഞപ്പോൾ അത് അനീതിയാണ് എന്ന് പറഞ്ഞു. നമ്മളൊരു സമുദായത്തിനും എതിരല്ല, പക്ഷെ അനീതിയാണ് എന്ന് പറഞ്ഞ് കേരള സംസ്ഥാനത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന തലത്തിലുള്ള നേതാവ് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ പോയത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. ഇപ്പോൾ അതിന്റെ വിധി വന്നു, ആശ്വാസമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, പല നേതാക്കന്മാരും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവിടെ പോയി. ഏറ്റവും അവസാനം അവിടെയുള്ള വൈദികരും അവിടെയുള്ള ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ജോസഫ് ഉൾപ്പെടെയുള്ള നേതാവ് പാലാ വീട്ടിലേക്ക് മാണിസാറിന്റെ ആ ഭവനത്തിലേക്ക് വന്നു. ഒരു വിശ്വാസമാണ് നമ്മൾ ഇടപെട്ടാൽ അത് പരിഹരിക്കാൻ കഴിയും എന്നുള്ളത്, അല്ലേ? അതുകൊണ്ടല്ലേ അത് വന്നത്, അല്ല ജോസ് കെ മാണി വലുതായിട്ടല്ല. ആ ഭവനം കണ്ടിട്ടുണ്ട്, മാണിസാറിന്റെ ഭവനം കണ്ടിട്ടുണ്ട്. എത്രയോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്.
അതൊക്കെ വളരെ പേഷ്യന്റോടുകൂടി കേട്ട് ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയും വിളിച്ചു. ജോസ് കെ മാണി എങ്ങനെയായി, എന്തായി, നമുക്ക് എന്തെങ്കിലും ഒരു പുരോഗതിയുണ്ടോ? ഞാൻ പറഞ്ഞു മുഖ്യമന്ത്രിയായി ചർച്ച ചെയ്തു. അപ്പോൾ പറഞ്ഞു എറണാകുളത്ത് മുഖ്യമന്ത്രി വരുമ്പോൾ പിതാവ് ഉൾപ്പെടെ കാണാൻ ഞാൻ അവസരമെടുക്കാം, നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരല്പം ആശ്വാസം വന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, വഖഫ് ബോർഡ് വിഷയവുമായി ബന്ധപ്പെട്ട് ആ വഖഫ് നിയമം കേന്ദ്രം കൊണ്ടുവന്നപ്പോൾ ഇവിടെ വ്യാപകമായ ചർച്ച നടത്തി. കേരള കോൺഗ്രസ് എന്ത് നിലപാടെടുക്കും? വഖഫ് ബോർഡിന്റെ ആ നിയമത്തിൽ എതിർക്കുമോ അതോ അനുകൂലിക്കുമോ? അല്ലേ? എന്ത് തീരുമാനമാണ് നമ്മൾ എടുത്തത്? പലരും കേരള കോൺഗ്രസിന്റെ പേര് വെച്ച് നിന്നല്ലോ, കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ. ആരെങ്കിലും ഇവിടെയുള്ള വ്യക്തികൾ പറഞ്ഞ ആ നിലപാട് ഇന്ന് നേതാക്കന്മാർ അല്ലെങ്കിൽ സഭ പറഞ്ഞത് ആ തീരുമാനത്തോടൊപ്പം നിന്നോ? നിന്നില്ല. പക്ഷെ കേരള കോൺഗ്രസ് ഒരു നിലപാടെടുത്തു. ആ നിലപാട് ഒരിക്കലും ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ ഒരു അനീതിക്കെതിരെയാണ്. ആ നിയമം വന്നപ്പോൾ ചില നിയമത്തിൽ ഞാൻ കേരള കോൺഗ്രസ് എന്ന നിലക്ക് അതിനെ പിന്താങ്ങി, ചില നിയമങ്ങൾ അതിനെ എതിർത്തു. ഏത് നിയമത്തെയും നമ്മൾ പിന്താങ്ങിയത് മറ്റൊന്നുമല്ല, ട്രൈബ്യൂണൽ. ആ ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ആ സംവിധാനത്തിൽ നമുക്കെതിരായി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഏതെങ്കിലും സമുദായത്തിനെതിരായി അല്ലെങ്കിൽ ജനങ്ങൾക്കെതിരായി ഒരു വിധി വന്നാൽ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരാവശ്യം, ഒരു അനീതി ഉണ്ടെങ്കിൽ കോടതി പോകാമെന്ന്. പക്ഷെ ഇതിന്റെ നിയമം അനുസരിച്ച് പോകാൻ കഴിയില്ല. അത് നമ്മുടെ ഒരു ആവശ്യമാണ്, നമ്മുടെ ഒരു അവകാശമാണ് ഭരണഘടനയിൽ. ആ ഭരണഘടനയിൽ നൽകിയിരിക്കുന്ന അവകാശം നിലനിർത്തണം എന്ന് പറഞ്ഞ് ഞാൻ അതിനെ പിന്താങ്ങി. പക്ഷെ അതേ സമയത്ത് തന്നെ ഇന്നൊരു സമുദായത്തിനെതിരായിട്ടുള്ള വകുപ്പുകൾ അതിൽ ഉൾപ്പെടുത്തിയപ്പോൾ വളരെ ബോൾഡായിട്ട് അവിടെ മുഖം നോക്കാതെ അതിനെ എതിർക്കുകയുണ്ടായി. ആരെങ്കിലും ചെയ്തോ? ഒരു സമുദായവും നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ജോസ് കെ മാണി അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എടുത്ത ആ സ്റ്റാൻഡ്, ആ നിലപാട് ശരിയാണ് എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ചുരുക്കട്ടെ, ഏത് കാര്യത്തിലാണ് നമ്മൾ ഇടപെടാത്തത്? ഇന്ന് പല കാര്യങ്ങളും നമ്മുടെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വികസന പദ്ധതികൾ, അവിടെയും നമ്മൾ കാണുന്ന നമ്മുടെ ഇടപെടലുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം നമുക്കറിയാം, ഇന്ന് ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കേരള സംസ്ഥാനത്തെ ജനതയാണ്. എനിക്കറിഞ്ഞുകൂടാ, ഇവിടുത്തെ ഒരു സർവേ എടുത്ത് നോക്കിക്കൂ. ഒരു വാർഡിൽ ഒരു 15 വീടെടുത്ത് നോക്കിയാൽ അവിടെ ഏതെങ്കിലും ഒരാള് ക്യാൻസറിന് ഉള്ള വ്യക്തിയാകാൻ സാധ്യതയുണ്ട്. ഇന്നലെ 2 ദിവസം മുമ്പ് സർക്കാരിനോട് ഇങ്ങനെയുള്ള ക്യാൻസർ പേഷ്യന്റ് യാത്ര ചെയ്ത് ചികിത്സയ്ക്ക് പോകുമ്പോൾ KSRTC സൗജന്യമാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയുണ്ടായി. കേരള സർക്കാർ ഇപ്പോൾ ക്യാൻസർ ആയിട്ടുള്ള ആളുകൾ, രോഗികൾ ഇന്ന് KSRTC യാത്ര ചെയ്യുമ്പോൾ അത് സൗജന്യമാക്കി കൊടുത്തിരിക്കുകയാണ്. ഇന്ന് പാലായിലേക്ക് നോക്കിയാൽ അവിടെ ഒരു ആശുപത്രിയിൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ജനറൽ ആശുപത്രി KM മാണി മെമ്മോറിയൽ ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ നമുക്കറിയാം, ജനറൽ ആശുപത്രി കേരള സംസ്ഥാനത്ത് ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്. ജനറൽ ആശുപത്രികളില്ല, ജില്ലാ ആശുപത്രികളില്ല. അത് എറണാകുളത്ത് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ ഒരു മെഡിക്കൽ കോളേജ് നേരത്തെ ഇല്ലാതെ ഇരുന്നതുകൊണ്ടാണ്. പക്ഷെ അത് കഴിഞ്ഞാൽ ഒറ്റ ജനറൽ ആശുപത്രി ഇത് പാലായിൽ മാത്രമാണ്. അവിടെ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തി, നമ്മുടെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് അത് ഫ്രീ ആയിട്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. 5 കോടി രൂപ എന്റെ പ്രാദേശിക വികസന ഫണ്ട് ജില്ലാ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കൂടെ 2 കോടി രൂപ കൊടുത്തു. 2.5 കോടി രൂപ ഞാനും കൊടുത്തു. അതുകൂടാതെ മിഷണറി 15 കോടി രൂപയുടെ മിഷണറി ഇപ്പോൾ അവിടെ നൽകി. അങ്ങനെ 20 കോടി രൂപയുടെ പദ്ധതി അവിടെ വന്നിരിക്കുകയാണ്. ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത്, ഇവിടെ ജിജോയും ബെൽജിയും ഒക്കെ സൂചിപ്പിച്ചു, അല്ലെങ്കിൽ ജ്യോതികുട്ടി ആകർഷ് സൂചിപ്പിച്ചു, ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് MP ഫണ്ടോ MLA ഫണ്ടോ കൊടുക്കുന്നതല്ല. എനിക്ക് MP ഫണ്ട് എങ്ങനെ വേണേലും കൊടുക്കാം. കാരണം ഇപ്പൊ സാധാരണ രീതിയിൽ SC/ST ആ ഫണ്ട് മാറ്റിവെച്ചാൽ 3.5 കോടി രൂപയാണ് ഒരു MPക്കുള്ളത്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ ആളുകൾ ചോദിക്കും, രാജ്യസഭയായതുകൊണ്ട്. അത് കൊടുക്കാൻ ഒരു ക്ലർക്കിനെ വെച്ചാൽ മതി, 5 മിനിറ്റ് കൊണ്ട് കൊടുത്തു തീർക്കുക. അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്, ഇവിടെ ഐമാസ് ലൈറ്റ്, അവിടെ ഒരു അംഗൻവാടി, അതിനപ്പുറത്തേക്കില്ല. അതാണ് ഇന്നിപ്പോ പല പുരോഗതിയുമായിട്ട് കാണുന്നത്. പക്ഷെ അതിനപ്പുറം ബൃഹത്തായ പദ്ധതികള്
ജനപ്രതിനിധികൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്ന് നമ്മൾ പരിശോധിക്കണം. കടുത്തുരുത്തി കൊണ്ടുവരാൻ കഴിഞ്ഞോ, പാലായി കൊണ്ടുവരാൻ കഴിഞ്ഞോ, കോട്ടയത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഇവിടെ ത്രിപിൾ ഐറ്റിയുടെ കാര്യം പറഞ്ഞു, തൊട്ടടുത്ത് വലവൂര്. അത് വലവൂരിനോ പാലായ്ക്ക് വേണ്ടിയല്ല, ഈ സംസ്ഥാനത്തിന് വേണ്ടിയാണ്. കാരണം 2000 കുട്ടികൾ അവിടെ പഠിക്കുന്നു. കഴിഞ്ഞ വർഷം പഠിച്ച് പാസ്സായവർക്ക് 65 ലക്ഷം രൂപയാണ് അവിടെ പ്ലേസ്മെന്റ് ജോലി കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു മാസം 5.5 ലക്ഷം രൂപ. അവിടെ ഇന്ന് ആ പറയുന്ന 2000 കുട്ടികളിൽ ഏറ്റവും ചുരുങ്ങിയത് 600 പേരെങ്കിലും ഒരു ദിവസം പാലാ പട്ടണത്തിലേക്ക് 5 മണിക്ക് ഇറങ്ങും. വണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഷോപ്പിങ്ങിന് വേണ്ടി. അവിടെയുള്ള വ്യാപാരികൾ ജീവിച്ചു പോകുന്നത് ഈ ഇതുപോലുള്ള കുട്ടികളും അവരുടെ മാതാപിതാക്കളും വരുന്നത് കൊണ്ടാണ്. അവിടെ ഒരു ടെക്നോ പാർക്ക് ആരംഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അതിനുവേണ്ടി 5 കോടി രൂപ ഇപ്പൊ ബഡ്ജറ്റിൽ വെച്ചു. പക്ഷെ അത് പോരാ, നമുക്ക് 100 കണക്കിന് കോടികൾ വേണം. പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ നടത്തിയാണ്. അതൊരു ബൃഹത്തായ പദ്ധതിയാണ്. ഇപ്പൊ സയൻസ് സിറ്റി കൊണ്ടുവന്നു. ആ സയൻസ് സിറ്റി എന്ന് പറയുന്നത് ഭാവി ജനറേഷന് വേണ്ടിയിട്ടാണ്, മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഇന്നും നാളെയും കൊണ്ട് ഒരു വികസനം നടത്തി ഒരു 6 മാസം കഴിയുമ്പോൾ ആ വികസനം മൺമറഞ്ഞു പോകുന്ന വികസനമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ താൽക്കാലികമായിരിക്കും. പക്ഷെ ഇത് എക്കാലവും നിലനിൽക്കുന്ന ആ പദ്ധതി കൊണ്ടുവന്നു. അടുത്ത ദിവസം ഞാൻ അവിടെ പോയിരുന്നു. 50 കോടി രൂപയുടെ ഒരു പദ്ധതി അഡീഷണൽ ആയിട്ട് ഇപ്പൊ കേന്ദ്രത്തിലേക്ക് അയച്ചിരിക്കുക. സമയമെടുത്തു, ബുദ്ധിമുട്ടുകളുണ്ടായി. ഒരു പിന്തുണയും ഒരു മേഖലയിൽ നിന്നും നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി കിട്ടിയില്ല. പക്ഷെ തീർന്നു കഴിയുമ്പോൾ അതിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഞാനാണ് കൊണ്ടുവന്ന് എന്ന് പറഞ്ഞതിൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഓർക്കുന്നു, മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്റേതല്ല, ഇത് ജനങ്ങളുടെയാണ് എന്ന്. ഇവിടെ നമുക്കറിയാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ഇന്ന് മുത്തോലിയിൽ ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം 10 വർഷക്കാലമായി ഇന്ന് അവിടെയുള്ള പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ ജോലി കിട്ടുന്നുണ്ട്. ജേർണലിസവും ക്രിയേറ്റിവിറ്റിയും അഡ്വർടൈസ്മെന്റുമായിട്ടുണ്ടെങ്കിൽ അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി രക്തം പരിശോധിച്ച് രോഗം നിർണ്ണയിക്കുവാൻ വേണ്ടി കേന്ദ്രത്തിന്റെ അതിന്റെ റേറ്റ് വെച്ചിട്ട് പഴയ മറ്റുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ 300-400 രൂപയാണെങ്കിൽ 50 രൂപയ്ക്ക് അവർ ചെയ്യുന്നത്. 5 കോടി രൂപയുടെ മിഷനറി വെച്ച് അവിടെ ചെയ്തപ്പോൾ അതിനെ പരിഹസിച്ച് പറഞ്ഞ നേതാക്കന്മാരുണ്ട്. ഇവിടെയും പല നോട്ടീസുകൾ ഇറങ്ങി പരിഹസിച്ച് പറഞ്ഞ നോട്ടീസ് ജിജോ എന്നെ കാണിക്കുണ്ടായി. അതിനൊന്നും കുഴപ്പമില്ല. കാരണം അവർക്ക് ഇതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇത്രയും ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ വിഷമവും പ്രയാസവും പടപടാന്ന് പത്രസമ്മേളനം നടത്തുകയൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെയോ വിഷമങ്ങളും പ്രയാസങ്ങളും പേടികളും ഒക്കെ വന്നിട്ടുണ്ടാകും. ഇന്ന് നമുക്കറിയാവുന്നത് പോലെ ഇന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട ഈ മേഖലകളിൽ, ഒരുപക്ഷെ ഇവിടെയല്ല, ഇന്ന് നമുക്കറിയാം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പാസ്പോർട്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വികസന പദ്ധതികൾ. ഈ കോട്ടയത്തെ നമുക്കറിയാം, കോട്ടയത്തേക്ക് പോയി കഴിഞ്ഞാൽ 2012-13 കാലഘട്ടത്തിൽ 5 റെയിൽവേ ഓവർബ്രിഡ്ജിന് എന്ന് പറഞ്ഞ മേൽപ്പാലത്തിന് ഞാൻ മന്ത്രിയോട് വന്ന് സാക്ഷ്യം ചെയ്യിപ്പിച്ചു. ഏതൊക്കെയാണ്? മൂലേടം, അവിടെ കുമാരനെല്ലൂര്, കാരിത്താസ്, കുറുപ്പന്തറ, അതുപോലെ തന്നെ മുളന്തുരുത്തിയിലേക്ക് പോകുമ്പോൾ ഒരെണ്ണം കാണാൻ പറ്റും. അതിലെ വഴി കൂടെ പോകും. എല്ലാം തീർന്നു. കേന്ദ്രത്തിന്റെ ബഡ്ജറ്റിൽ അവർ പണം തന്നു. പക്ഷെ ഒരെണ്ണം തിരിയല. എവിടുത്തെയാ? ഇപ്പം ചേട്ടൻ അറിയാമോ? കുറുപ്പന്തറ തിരിയല, ചെയ്യല. ഞാൻ ഓർക്കുന്നത് ഇന്ന് നമ്മുടെ മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റുമാനൂർ 2.5 കോടി രൂപ കോട്ടയത്ത് കൊടുത്തു, വൈക്കത്ത് കൊടുത്തു, മുളന്തുരുത്തി കൊടുത്തു. എല്ലാം തീർന്നു, എല്ലാം പൂർത്തീകരിച്ചു. വലിയ ഒരു മാർക്കറ്റായി മാറി. ഒരു 1.5 കോടി രൂപ ഞാൻ വേറെ ഇവിടെ കൊടുത്തു, മുളന്തുരുത്തി കൊടുത്തു. സമ്മതിക്കുകയല്ല. അപ്പോൾ എന്താണ് ഒരു ബൃഹത്തായ പദ്ധതിയിലേക്കുള്ള ഒരു ദേഷ്യമാണോ ഇതെല്ലാം? ഞാൻ പറയുന്നത് ഇപ്പോൾ BMBCയുടെ കാര്യം ഞാൻ ഓർക്കുന്നു, 2009 ഞാൻ ലോക്സഭയിലായി 2010 ആദ്യത്തെ BMBC ചെയ്തു. എതിലെയാണ്? പാല, അതോടൊപ്പം തന്നെ നമ്മള് രാമപുരം കൂത്താട്ടുകുളവും, അതുപോലെ തന്നെ പാല കുടക്കച്ചിറ, ഈ രീതിയിൽ ഉഴവൂര് വെളിയന്നൂര് കൂടിയുള്ള കൂത്താട്ടുകുളത്തേക്കുള്ള റോഡ്. അത് ആദ്യത്തെ BMBCയാണ് അല്ലെ? ഓർക്കുന്നുണ്ടാവും. 20 കോടി രൂപ നമ്മുടെ ബഹുമാനായ സംസ്ഥാന ചീഫ് വിപ്പ് എത്തിയിട്ടുണ്ട്. ഡോക്ടർ എൻ ജയരാജ്, ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും. അതുപോലെ തന്നെ സെബാസ്റ്റ്യൻ, ഞാൻ അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുക. നമുക്ക് വേണ്ടത് എന്താണ്? ഭാവി തലമുറയ്ക്കും അതുപോലെ തന്നെ വികസന പദ്ധതികളും. നമ്മൾ ആരെങ്കിലും മാണി സാറിന്റെ വേർപാടിന് ശേഷം ഒത്തിരി പരിഹാസങ്ങൾ കേട്ടയാളാണ് ഞാൻ. എത്രയോ പരിഹാസങ്ങൾ ഞാൻ കേട്ടു. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ
പരിഹാസങ്ങൾ കേട്ട ഒരു വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഞാനാകും. എൻ്റെ കുടുംബത്തിനെ പറ്റി, എൻ്റെ പിതാവിനെ പറ്റി ഓർക്കുന്നുണ്ടാവും. മാണി സാറിന്റെ അവസാന ഘട്ടത്തിൽ എങ്ങനെയാണ് തകർക്കാൻ നോക്കിയത്. പക്ഷെ അവിടെയെല്ലാം ആ വേർപാടിന് ശേഷം നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ ഇല്ലാതാക്കുവാൻ നിയമ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു. ഇവിടുത്തെ തൊടുപുഴ കോടതിയിൽ, ഇടുക്കിയിലുള്ള കട്ടപ്പന കോടതിയിൽ, ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ, ഡൽഹി കോടതിയിൽ, ഇലക്ഷൻ കമ്മീഷന്റെ കോടതിയിൽ, അവിടെ എല്ലാം പോരാട്ടം നടത്തി കോടതി കണ്ടു ഏറ്റവും കൂടുതൽ ജനങ്ങളും നേതാക്കന്മാരും ഇതിന്റെ യഥാർത്ഥ ആധാരം അത് കെ എം മാണി സാറിന്റെയാണ്. ആ രണ്ടില നിങ്ങൾക്കുള്ളതാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് കാണാം, നമ്മൾ ഓരോന്നും നടത്തുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോരാട്ടം നടത്തി MP-മാരുടെ കോൺഫറൻസിൽ വെച്ച് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, തെരുവ് നായയുടെ പ്രശ്നങ്ങള്, ആ പ്രശ്നത്തിന് ആ തെരുവ് നായ എന്ന് പറയുന്നത് അത് ഡൊമസ്റ്റിക് ആനിമൽ ആണെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടാകണം, അതിനൊരു ഉടമസ്ഥൻ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അതിനെ പിടിച്ച് കൂട്ടിലടക്കണം, അല്ലെങ്കിൽ അതിനെ പിടിച്ച് കാട്ടിൽ കൊടുക്കണം, കാട്ടുമൃഗത്തിന് വേണ്ടി. അത് പറഞ്ഞപ്പോൾ ചിരിച്ചു. അത് തന്നെയാണ് അതിനുശേഷം ഒരു IAS ഉദ്യോഗസ്ഥൻ മലയാള മനോരമ ആർട്ടിക്കിളായിട്ട് എഴുതി, ബിജു പ്രഭാകരൻ ഇത് തന്നെ എഴുതിയുണ്ടായി, പഴയ IAS. അപ്പോൾ ഞാൻ അതിനുള്ള നിയമ പോരാട്ടം നടത്തുകയാണ്. തീർച്ചയായും അത് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ, ഏത് കാര്യത്തിലാണ് നമ്മൾ ഇടപെടാത്തത്? നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഇന്ന് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മുടെ അടുത്ത പോരാട്ടം നടത്തുന്നത് നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുമാണ്. ആ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ കരുത്ത് തെളിയിക്കേണ്ടതുണ്ട്. ഓരോ വാർഡിലും നമ്മൾ മത്സരിക്കുമ്പോൾ ജയം മാത്രമല്ല, എത്ര വോട്ട് രണ്ടിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കേരള സംസ്ഥാനത്ത് മരിങ്ങാട്ടുപള്ളി മാത്രമല്ല. മരിങ്ങാട്ടുപള്ളി നമുക്കറിയാം മുന്നേറ്റമുണ്ട്. ഇന്ന് മരിങ്ങാട്ടുപള്ളി നമ്മൾ ഭരിക്കുകയാണ്. പക്ഷെ മരിങ്ങാട്ടുപള്ളിയുടെ ഓരോ മേഖലയും ഓരോ വീടും അത് കേരള കോൺഗ്രസിന്റെ സ്വന്തമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയണം. അത് കഴിയണമെന്നെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ചേ പറ്റൂ. നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമുക്ക് കരുത്തുണ്ടാവും. നടക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ ചെറിയ പാർട്ടി ഈ രാജ്യത്ത് നടപ്പിലാക്കുവാനുള്ള കരുത്തുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും, നിങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് കരുത്ത് നൽകുന്നത്. തീർച്ചയായും വെയിലും മഴയും കൊണ്ട്, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി വേർപ്പൊഴുകി ഇന്ന് മുന്നോട്ട് പോകുമ്പോൾ എത്ര നന്ദി പറഞ്ഞാലും എത്ര ആദരിച്ചാലും മതിയാകില്ലെന്നറിയാം. തീർച്ചയായും അതെല്ലാം മാണി സാറിന്റെ ഓർമ്മകൾ നിറഞ്ഞു നിന്നുകൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാം നന്ദി നേർന്നുകൊണ്ട് സന്തോഷപൂർവ്വമായി ഈ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നമസ്കാരം.